ആംബുലൻസ്, രോഗിയുടെ വണ്ടി, നമ്മൾ വഴിയൊരുക്കി കൊടുക്കേണ്ട വാഹനം. ഈ വീഡിയോ കണ്ടില്ലേ? ഇതിൽ തൃശ്ശൂരുള്ള അപർണ മേഡം ആംബുലൻസിന് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. വളരെ വൈറലായ ഒരു വീഡിയോ ആണ്. ഇതിന് പിന്നീട് ന്യൂസ് ചാനലും സോഷ്യൽ മീഡിയയും റിപ്പോർട്ട് ചെയ്തു ആംബുലൻസിൽ രോഗി ഇല്ലായിരുന്നു എന്ന്. ആംബുലൻസിൽ രോഗിയുണ്ടോ എന്ന് പൊതുജനമായാലും പോലീസ് ആയാലും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആംബുലൻസിൻ്റെ സൈറൻ. എങ്ങനെയാണ് ആംബുലൻസിൻ്റെ സൈറൻ കേട്ട് നമ്മൾ തിരിച്ചറിയുക ആംബുലൻസ് എന്തിനു വേണ്ടി പോകുന്നു എന്ന്? നോക്കാം. എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോകും. എന്റെ വണ്ടി സ്റ്റാർട്ട്. വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. പ്രധാനമായും ആംബുലൻസിന് 4 സൈറനാണുള്ളത്. ഒന്ന് വെയിൽ സൗണ്ട്. ഈ സൈറനാണ് കേൾക്കുന്നതെങ്കിൽ ആംബുലൻസ് രോഗിയെ തേടി പോകുന്നു എന്നാണ് അർത്ഥം. 2 യെൽപ് സൗണ്ട്. ഈ സൈറനാണ് കേൾക്കുന്നതെങ്കിൽ ആംബുലൻസിൽ രോഗിയുണ്ട് എന്നാണ് അർത്ഥം. 3 ഹൈപ്പർ യെൽപ് സൗണ്ട്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഈ സൈറൻ മുഴക്കാറ്. എന്തോ വലിയ അപകടം നടന്നിട്ടുണ്ടെന്നും ഇതുവഴി വീണ്ടും ആംബുലൻസിന് വരേണ്ടി വരുമെന്നും എല്ലാം ഇത് സൂചന തരുന്നു. 4ാമത്തത് ഹൈ ആൻഡ് ലോ പിച്ച് സൈറൻ. ഈ സൈറന്റെ അർത്ഥം ആംബുലൻസിലെ രോഗി അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അതുപോലെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോഴെല്ലാം ഈ സൈറൻ മുഴക്കാറുണ്ട്. എന്നിരുന്നാലും ആംബുലൻസ് ഒരു ജീവൻ രക്ഷിക്കാനായി പായുന്ന വാഹനമാണ്. അതിന് നമ്മൾ വഴിയൊരുക്കുക തന്നെ വേണം.